സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും എയ്ഡഡ് സ്ഥാപന ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസും ഉത്സവബത്തയും ഓണം അഡ്വാൻസും അനുവദിച്ച് സർക്കാർ ഉത്തരവായി. ഓഗസ്റ്റ് 17 മുതൽ തുക വിതരണം ചെയ്തു തുടങ്ങും. ജീവനക്കാർക്ക് 4500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്ത മറ്റു ഭാഗം ജീവനക്കാർക്ക് 3000 രൂപയും സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപയും പ്രത്യേക ഉത്സവബത്തയായി ലഭിക്കും. ഏക അധ്യാപക വിദ്യാലയങ്ങൾ, പെരിപ്പത്തറ്റിക് വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ അധ്യാപകർ, ആയമാർ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ എന്നിവർക്ക് 1550 രൂപയും ഉത്സവബത്ത അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള ദിവസവേതനക്കാർക്ക് 1460 രൂപയും അംഗൻവാടി, ബാലവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പാലിയേറ്റീവ് കെയർ നഴ്സുമാർ എന്നിവർക്ക് 1450 രൂപ വീതവുമാണ് ഉത്സവബത്ത. എല്ലാ സർക്കാർ ജീവനക്കാർക്കും മന്ത്രിമാരുടെയും മറ്റ് പ്രമുഖരുടെയും പേഴ്സണൽ സ്റ്റാഫിനും 20,000 രൂപ ഓണം അഡ്വാൻസായി ലഭിക്കും. ഈ തുക ഒക്ടോബർ മാസം മുതൽ 5 തുല്യ ഗഡുക്കളായി ശമ്പളത്തിൽ നിന്ന് തിരിച്ചടയ്ക്കണം. പാർട്ട് ടൈം കണ്ടന്റ് ജീവനക്കാർ, NMRD, CLR തൊഴിലാളികൾ, അംഗൻവാടി വർക്കർമാർ, വിവിധ വകുപ്പുകളിലെ സ്ഥിരമല്ലാത്ത വർക്കർമാർ തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങൾക്ക് 6000 രൂപ വീതവും ഓണം അഡ്വാൻസ് അനുവദിച്ചിട്ടുണ്ട്. 11ാം ശമ്പള പരിഷ്കരണ പ്രകാരം 49,275 രൂപ വരെയോ 10ാം ശമ്പള പരിഷ്കരണ പ്രകാരം 44,462 രൂപ വരെയോ ശമ്പളമുള്ള അർഹരായ ജീവനക്കാർക്കാണ് ബോണസ് ലഭിക്കുക. ഒരു മാസത്തെ വേതനമോ 4500 രൂപയോ ഇതിലേതാണോ കുറവ് ആ തുകയായിരിക്കും ബോണസായി ലഭിക്കുക. താൽക്കാലിക ജീവനക്കാർ ഒഴികെയുള്ള എല്ലാ സ്ഥിരം സർക്കാർ ജീവനക്കാർക്കും മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പേഴ്സണൽ സ്റ്റാഫുകൾക്കും അഡ്വാൻസിന് അർഹതയുണ്ട്. 2025 ഓണാവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിച്ച ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്കും മന്ത്രിമാർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ചീഫ് വിപ്പ് എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും 3000 രൂപ ഉത്സവബത്ത ലഭിക്കും. ഇതിനു പുറമെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിച്ചു. അധ്യാപകരെ കൂടാതെ വിദ്യാലയങ്ങളിലെ PTA നടത്തുന്ന ഉച്ചഭക്ഷണ തൊഴിലാളികൾ എന്നിവർക്കും 1550 രൂപ ഉത്സവബത്ത ലഭിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള ദിവസവേതനക്കാർക്ക് 1460, അംഗൻവാടി ഹെൽപ്പർമാർ, ആയമാർ, പാലിയേറ്റീവ് കെയർ നഴ്സുമാർ 1450, ക്യാഷ് കാഷ്വൽ ലേബർ തൊഴിലാളികൾ കഴിഞ്ഞ ഓണം മുതൽ ഈ ഓണം വരെയുള്ള കാലയളവിൽ 200 ദിവസത്തിൽ കൂടുതൽ ജോലി ചെയ്തവർക്ക് മുഴുവൻ തുകയും അതിൽ കുറവ് ദിവസത്തിൽ ജോലി ചെയ്തവർക്ക് ആനുപാതികമായ തുകയും ലഭിക്കും. കൃഷി വകുപ്പിന്റെ പട്ടികയിലുള്ള പോളിനേഷൻ വർക്കർമാർ, ക്ഷീരവികസന വകുപ്പിലെ കാറ്റിൽ ഇംപ്രൂവ്മെന്റ് അസിസ്റ്റന്റ്മാർ, പബ്ലിക് കൌൺസിൽ, ലൈഫ് ഗാർഡുകൾ, ഹോം ഗാർഡുകൾ എന്നിവയ്ക്ക് 1460 രൂപ ഉത്സവബത്ത ലഭിക്കും. പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർ, എല്ലാ വകുപ്പുകളിലെയും സീസൺ വർക്കർമാർ, കൃഷി ഫാമുകളിലെ സ്ഥിരം വർക്കർമാർ, സർക്കാർ വകുപ്പുകളിലെ സ്ഥിരം തൊഴിലാളികൾ, കുടുംബാസൂത്രണ വോളണ്ടിയർ വർക്കർമാർ, അംഗനവാടി വർക്കർ, ഹെൽപ്പ്, മൗണ്ടഡ് പോലീസിലെ പോലീസ് വിങ്ങിലെ ഗ്രാസ് കട്ടർ തുടങ്ങിയ ജീവനക്കാർക്ക് 6000 രൂപ അഡ്വാൻസ് അനുവദിച്ചു. അതേസമയം ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവബത്ത ലഭിക്കും. 3000, 1550, 1460, 1450, 1390, 1350, 1250 എന്നിങ്ങനെ വ്യത്യസ്ത നിരക്കിലാണ് ബത്ത. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബത്ത 1250 രൂപയാണ്. ബോണസും ബത്തയും ഒരാൾക്ക് ലഭിക്കുകയില്ല. ഏതെങ്കിലും ഒന്നിനു മാത്രമേ അർഹതയുണ്ടാകൂ. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബത്ത ലഭിക്കും. തിങ്കളാഴ്ച മുതൽ ബോണസ് ബത്ത വിതരണം ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.